രാത്രി തന്നെ ഇവാക്യുവേഷൻ റിക്വസ്റ്റ് അയച്ചെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ രാവിലെ ഞാൻ പോർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഷിപ്പിലുള്ളത് കൊണ്ട് പോർട്ടുമായിട്ട് അത്യാവശ്യം ബന്ധമുണ്ട്. അപ്പോൾ അവർക്കതറിയില്ല. അത് ചിലപ്പോൾ രാവിലെ ഓഫീസിൽ വന്നിട്ടുണ്ടാവും, അവർ അങ്ങോട്ട് സെൻഡ് ചെയ്തത്, അതറിയില്ല. പക്ഷേ 12 മണി 12 കാലത്താണ് ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തത് അങ്ങോട്ട്. രാവിലെ നേരത്തെ വരാതിരിക്കാനുള്ള കാരണം അന്ന് ആക്ച്വലി ഈ അഗത്തിയിൽ ഈ ഫ്ലൈറ്റ് പാസഞ്ചറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വെസൽ സാധാരണ ഷെഡ്യൂളുള്ളത്. അപ്പോൾ അന്ന് എൻ്റെ വെസൽ ഷെഡ്യൂളുള്ളത് 11 മണിക്ക് ഈ ഫ്ലൈറ്റ് പാസഞ്ചറിനെ. അപ്പോൾ അത് ഈ കാലാവസ്ഥ വ്യതിയാനം ഉള്ളത് കൊണ്ട് അത് ക്യാൻസലായി. അപ്പോൾ വെസൽ HSC ക്യാൻസലായ കാരണം ഫ്ലൈറ്റ് പാസഞ്ചറിനെ എത്തിക്കാൻ ഈ ചോപ്പറാണ് യൂസ് ചെയ്തത്. അപ്പോൾ 2 പ്രാവശ്യം ചോപ്പർ പോയത് ഫ്ലൈറ്റ് പാസഞ്ചറിനെ എത്തിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പേഷ്യൻറ്റിനെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് കാരണമായിരിക്കും. ആ ദിവസം തന്നെ ഞാൻ അവിടെ ഈ വെസൽ ക്യാൻസലായ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഇവരെ കാണാനായിട്ട്. ഇവിടെ വിളിച്ചപ്പോൾ ഇവാക്യുവേഷൻ്റെ ഒന്നും ഇതുവരെ ആയില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടെൻഷനിൽ പിന്നെ ഞാൻ അവിടെ ഈ നോഡൽ ഓഫീസറിനെയും മെഡിക്കൽ ഓഫീസർ ഇൻചാർജിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് അങ്ങനെ കവരത്തി വരാണ്ട് ഇവാക്യുവേഷൻ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് ഇവാക്യുവേഷൻ കവരത്തി വരാണ്ട് പറ്റില്ല, അതിപ്പോൾ എത്ര സീരിയസ് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പന്ത്രണ്ടര 12:45 കവരത്തി എത്തിയത്. അവിടെ ഒരു 2-3 മണിക്കൂർ അവിടെ ഹെൽഡായി. അതിനുശേഷം ഒരു 3:30-3:45 അവിടെ നിന്ന് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കൊച്ചി എത്തുമ്പോഴേക്ക് വൈകുന്നേരം 6 മണിയൊക്കെ ആയി. അവിടെ നിന്ന് ലേക്ഷോർ ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഒരു ദിവസം അന്നും അതിൻ്റെ പിറ്റന്നാളും അവിടെ ICU തന്നെയായിരുന്നു, NICUവിൽ. വെന്റിലേഷൻ സപ്പോർട്ടില്ല അപ്പോഴും. എൻ്റെ പിറ്റന്നാൾ വെച്ച് ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെസൽ ഇതായതുകൊണ്ട് ഞാൻ കവരത്തി തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റന്നാൾ എനിക്ക് അകത്തി ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഇവരെ രാവിലെ വിളിച്ച് പറഞ്ഞിങ്ങനെ ഈ കൊച്ചിന് ക്രിട്ടിക്കലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെസലിൽ അകത്തേക്ക് ഷെഡ്യൂളുള്ള കാരണം ഞാൻ സൈൻ ഓഫ്, എനിക്ക് ഇമിഗ്രേഷൻ സൈൻ ഓൺ ആയതുകൊണ്ട് എനിക്ക് ഇമിഗ്രേഷൻ സൈൻ ഓഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അകത്തി പോയി ഇമിഗ്രേഷൻ സൈൻ ഓഫ് ചെയ്ത് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി ഞാൻ കൊച്ചിയിൽ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് അകത്തിന്ന് തന്നെ എനിക്ക് ഇങ്ങനെ വൈഫ് വിളിച്ച് പറഞ്ഞിങ്ങനെ കൊച്ചു പോയെന്ന്. അപ്പോൾ അത് ഞാൻ പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആയി. കവറടക്കുന്ന സമയത്താണ് ഞാൻ എത്തിയത്. ഉറപ്പായിട്ട് എനിക്കിപ്പോൾ രാവിലെ തന്നെ നേരത്തെ എത്തിയാൽ ജീവൻ തിരിച്ചിട്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് എത്രയും പെട്ടെന്ന് എത്തിക്കാണ് നല്ലത്. പോസിബിലിറ്റി ഹൈ ആണല്ലോ അത്രയും. ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചിന് മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എത്രയും നേരത്തെ ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ ആ കൊച്ചിന് എന്താണ് വന്നിട്ടുള്ളത് പോലും ഇവർക്കറിയില്ല. അപ്പോൾ എത്ര % ആണ് ഇവാക്യുവേഷന് വേണ്ടി വരുന്നത് ഇവർക്ക് പറയാൻ പറ്റില്ലല്ലോ. മീൻസ് എന്താണ് രോഗം എന്നറിഞ്ഞാൽ ഇതിൻ്റെ എത്ര ഡെപ്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒന്നും അറിയാണ്ട് കവരത്തി പോയി അവിടെ നിന്നും കുറേ നോക്കി അവർക്കും ഒന്നും കിട്ടാനാണ് കൊച്ചിയിലോട്ട് റെഫർ ചെയ്തത്. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഈ സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കി, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഉള്ള ടൈമില്ല. അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ അതിലൊന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. കൊച്ചി പോയി പിറ്റേ ദിവസമാണ് അവർ പറയുന്നത് ഈ മെറ്റബോളിക് അസിഡോസിസ് എന്ന്.